ഈ ഒരു മൂവിയുടെ തുടക്കത്തിലെ മരുഭൂമിയിലെ ഒരു ഹൈവേയിലൂടെ ഒരു കാറ് ഒറ്റയ്ക്കിങ്ങനെ പോകുന്നു. ആ ഒരു കാറിനകത്താണ് നമ്മുടെ ഈ മൂവിയിലെ ഹീറോയിൻ ആയിട്ടുള്ള കത്രീനയും അവളുടെ മകള് സാറയുള്ളത്. അതുപോലെ ഇവരാണെങ്കിൽ ഇപ്പോൾ ഇവരുടെ ഈ ഒരു സിറ്റിയിൽ നിന്നും അടുത്തൊരു സിറ്റിയിലേക്കാണ് പോകുന്നത്. പോകുന്ന വഴിക്ക് തന്നെ രണ്ടുപേരും ഒരു റെസ്റ്റോറന്റിലേക്ക് കയറിയിട്ട് ആഹാരം കഴിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഷോപ്പിംഗ് എല്ലാം നടത്തുന്നു. ഇപ്പോൾ നമ്മുടെ ഹീറോയിനെ പറ്റി പറയുകയാണെങ്കിൽ ഹീറോയിൻ ഒരു സിംഗിൾ മദറാണ്. അതുകൊണ്ട് തന്നെ തന്റെ മകളായിട്ടുള്ള സാറയെ അവൾ നല്ലതുപോലെ നോക്കുന്നുണ്ട്. ഇതിന് കാരണം വേറെ ഒന്നുമല്ല, അവളുടെ ഭർത്താവ് ഒരു സൈക്കോയാണ്. എപ്പോഴും കുടിച്ചിട്ട് വന്ന് അവളെ ഒരുപാട് ഉപദ്രവിക്കും. ഈ ഒരു കാരണം കൊണ്ടാണ് അവനിൽ നിന്ന് മാറി അവൾ ഇപ്പോൾ ഒറ്റയ്ക്ക് ജീവിക്കുന്നത്. അതുപോലെ ഇപ്പോൾ നമ്മുടെ കത്രീന സാറയും കൊണ്ട് പോകുന്നത് അവളുടെ അമ്മയുടെ വീട്ടിലേക്കാണ്. അങ്ങനെ വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും വലിയൊരു പാലം, അതുമല്ല അവിടെയാണെങ്കിൽ ഒരുപാട് വണ്ടികൾ നിർത്തിയേക്കുന്നു, എന്തോ ഒരു ട്രാഫിക് ഉള്ളതുപോലെ. അപ്പോൾ മാപ്പിൽ ഇതെടുത്ത് നോക്കുമ്പോഴത്തേക്കാണ് അവിടെ എന്തോ ഒരു അപകടം നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ആ ഒരു കാറുകളെല്ലാം മാറ്റിയിട്ട് ട്രാഫിക് എല്ലാം ക്ലിയർ ആവാൻ വേണ്ടി ഒരുപാട് സമയമെടുക്കും. അത്രയും നേരം എന്തായാലും വെയിറ്റ് ചെയ്ത് നിൽക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് തന്നെ നോക്കുമ്പോഴത്തേക്കും അടുത്തായിട്ട് ഒരു ഷോർട്ട് കട്ട് ഉണ്ട്, ആ ഒരു വഴിയെ പോവാന്നും പറഞ്ഞ് കാർ ആ ഒരു വശത്തോടെ ഇങ്ങനെ പോവാണ്. ഇപ്പൊ ഇവർ പോകുന്ന ഈ ഒരു ഭാഗമാണെങ്കിൽ നല്ല മരുഭൂമി പ്രദേശമാണ്. കൂടുതലും കുറ്റിച്ചെടികളായിരിക്കും രണ്ട് വശങ്ങളിലുള്ളത്, നടുവിലൂടെ റോഡ്. അതുമല്ല ഹീറോയിൽ പോകുന്ന ഈ ഒരു വഴിയാണെങ്കിൽ അവളുടെ മുന്നിലൊരു കാറുമില്ല, പുറകിൽ വേറൊരു കാറുമില്ല. എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ എന്തായാലും ആരുമില്ല. അങ്ങനെ ഇവർ രണ്ടുപേരും മാത്രം ആ ഒരു റോഡിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഫോണിലെ ആ ഒരു സിഗ്നൽ അങ്ങ് കട്ടായി പോയി. ഇപ്പോൾ ഈ ഒരു സിഗ്നൽ ഇല്ലാത്തത് കൊണ്ട് ഗൂഗിൾ മാപ്പ് എന്തായാലും വർക്ക് ആവത്തില്ല. ഓക്കെ, എന്തായാലും ഒറ്റ റോഡല്ലേ, അങ്ങ് പോവാന്നും പറഞ്ഞിട്ട് കാർ ഓടിച്ചുകൊണ്ട് പോകുന്ന സമയത്താണ് പെട്ടെന്ന് ഈ ഒരു കാറിന്റെ പുറകുവശം നല്ലതുപോലെ കുലുങ്ങുന്നു, എന്തോ ഒരു ശബ്ദവും കേൾക്കുന്നുണ്ട്. പെട്ടെന്ന് വണ്ടി ഒരിടത്തേക്ക് നിർത്തി അവൾ ഇറങ്ങി വന്ന് നോക്കുമ്പോഴത്തേക്കും കാറിന്റെ ടയർ പഞ്ചറായി പോയി. അപ്പോൾ സാറയാണെങ്കിലും പെട്ടെന്ന് എഴുന്നേറ്റ് ഹീറോയിനോട് ചോദിക്കുന്നുണ്ട്, എന്തു പറ്റിയമ്മ? ഇല്ല മോളെ, ടയർ പഞ്ചറായി, എന്തായാലും അമ്മ അത് ശരിയാക്കാം എന്ന് പറഞ്ഞ് കുറെ നേരം അവിടെ ഇരുന്നിട്ട് ആ ഒരു ടയർ മാറ്റിയിടാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഇപ്പൊ നോക്കണം, ഈ ഒരു മരുഭൂമി പ്രദേശത്ത് ഇവർ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഹീറോയിൻ ആണെങ്കിൽ ഈ ഒരു ടയർ മാറ്റിയിടാൻ ശ്രമിക്കുന്ന ആ ഒരു സമയത്ത് സാറയെ കാണിക്കുമ്പോൾ അവളിപ്പോ ഈ ഒരു കാറിനടുത്ത് നിന്ന് ഇറങ്ങിയിട്ട് കുറച്ച് ദൂരെയായിട്ട് മാറി നിന്ന് അവിടെയുള്ള സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ കാണാണ്. അപ്പോൾ ഹീറോയിനായാലും ഇത് കണ്ടിട്ട് സാറയോട് പറയുന്നുണ്ട്, സാറാ അവിടെ അധികം നേരം നിൽക്കരുത്, ഇങ്ങ് തിരിച്ചു വരാൻ പറയുമ്പോൾ സാറയായാലും ശരിയാ മതാ വരുന്നു എന്നും പറഞ്ഞിട്ട് പെട്ടെന്ന് നടന്നു വരുമ്പോൾ ഈ ഒരു കുറ്റിച്ചെടികൾക്കിടയിലായിട്ട് ഒരു റാറ്റിൽ സ്നേക്ക് ഉണ്ടായിരുന്നു, ഈ അണലി ഉണ്ടല്ലോ, അത് പെട്ടെന്ന് സാറയുടെ കാലിലേക്ക് ഒരു ഒറ്റക്കടി. അപ്പോൾ സാറയാണെങ്കിലും പെട്ടെന്ന് പേടിച്ച് കരയാൻ തുടങ്ങും. അങ്ങനെ ഈ ഒരു ശബ്ദം കേട്ട് ഹീറോയിനായാലും ഓടിച്ചെന്ന് അവളുടെ ആ ഒരു പാന്റ് ഇങ്ങനെ മാറ്റി നോക്കുന്നതും ആ ഒരു അണലി കടിച്ച പാട് പല്ല് നല്ല ആഴത്തിൽ പതിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ഒരു അണലി കടിച്ചു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത് അറിയാലോ. ഹീറോയിനായാലും ചുറ്റും നോക്കുമ്പോഴത്തേക്കും ആ ഒരു പാമ്പിനെ അവൾ കാണുന്നുണ്ട്. ഇപ്പോൾ ഹീറോയിൻ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, കാരണം ഒന്ന് ഫോണിൽ സിഗ്നൽ ഇല്ല, ഇവിടെ അടുത്താണെങ്കിലും ഒരു ഒറ്റ മനുഷ്യരെ പോലും കാണാനില്ല. കടിച്ചിരിക്കുന്നത് അണലിയാണ്. അവളാണെങ്കിലും സാറയെ കൊണ്ട് ഇങ്ങനെ ഓടുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ സാറയുടെ ബോധം നഷ്ടപ്പെട്ടു. അങ്ങനെ ഓടി കാറിന്റെ അടുത്തേക്ക് വന്നിട്ട് ഇനി എന്ത് ചെയ്യുന്ന ആലോചിക്കുമ്പോഴത്തേക്കാണ് കുറച്ച് ദൂരെയായിട്ട് അവിടെ ഒരു കണ്ടെയ്നർ വീടുണ്ട്. പക്ഷെ ഇവിടെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത്രയും നേരം ഈ ഒരു കാർ കൊണ്ട് ഇവിടെ ഇട്ട് അവൾ ആ ഒരു ടയർ മാറുന്ന സമയം വരെയും ഇവിടെ അങ്ങനെ ഒരു വീടില്ലായിരുന്നു. ഇപ്പൊ പെട്ടെന്ന് ഈ ഒരു വീട് എവിടെ നിന്ന് വന്ന് ഇപ്പൊ അതെന്തായാലും ആലോചിക്കാൻ സമയമില്ല. സാറെ എങ്ങനെയും രക്ഷിച്ചേ പറ്റൂ എന്നും പറഞ്ഞിട്ട് അവൾ നേരെ ആ ഒരു വീടിനടുത്തേക്ക് ഓടും. അങ്ങനെ ഹീറോയിൻ ഓടി വന്നിട്ട് ആ ഒരു വീടിന്റെ ഡോർ തുറക്കുമ്പോഴത്തേക്കും അത് തുറന്നു കിടക്കാണ്. അകത്തേക്ക് വന്ന് നോക്കുമ്പോൾ അവിടെ ഒരു ലേഡി ഉണ്ട്. അവരെ കാണുമ്പോഴത്തേക്കാണ് ഹീറോയിൻ ഇത്തിരി സമാധാനാവുന്നത്. അവൾ അപ്പോഴേ പറയും, മേഡം പ്ലീസ്, എന്റെ മകളെ ഇതുപോലെ ഒരു പാമ്പ് അടിച്ചു, കാറാണെങ്കിൽ പഞ്ചറായിരിക്കുകയാണ്, എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, എന്തെങ്കിലും ഒരു സഹായം നിങ്ങൾ ചെയ്തേ പറ്റുമെന്ന് പറയുമ്പോൾ അവരായാലും പതിയെ ഹീറോയിന്റെ അടുത്തേക്ക് വന്ന് സാറയെ കയ്യിലേക്ക് വാങ്ങിയിട്ട്, ഓക്കെ ഞാൻ എന്തായാലും സഹായിക്കാം, ഞാൻ പറയുന്നത് പോലെ നീ ചെയ്താൽ മതി. ഇവിടെ ടൂലിയ എന്ന് പറഞ്ഞിട്ട് ചെറിയൊരു ഗ്രാമമുണ്ട്, അവിടെയാണെങ്കിൽ ഒരു ഹോസ്പിറ്റലുണ്ട്. നീ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിന്റെ കാറ് എത്രയും പെട്ടെന്ന് ശരിയാക്കി നേരെ തിരിച്ചു വന്ന് ഇവളെയും കൂട്ടി ആ ഒരു ഹോസ്പിറ്റലിലേക്ക് പോ. ഇത് കേൾക്കുമ്പോഴത്തേക്കാണ് ഹീറോയിന് ഇത്തിരിയെങ്കിലും ആശ്വാസമാവുന്നത്. കാരണം എന്തായാലും അടുത്തൊരു ഹോസ്പിറ്റലുണ്ട്, ഒരാൾ സഹായിക്കാന്നെങ്കിലും പറഞ്ഞല്ലോ. അപ്പോഴേക്കും ആ ഒരു ലേഡി പറയും, ഓക്കെ നിന്റെ മകളെ രക്ഷിച്ചു തന്നെ, നീ ഇപ്പോൾ എന്തായാലും എനിക്കൊന്നും തരണ്ട, പിന്നീട് ഞാനത് എന്താണെന്ന് പറയാം എന്നിങ്ങനെ പറയുമ്പോൾ ഇവരെന്താ ഈ ഉദ്ദേശിക്കുന്നതെന്ന് ഹീറോയിന് മനസ്സിലാവുന്നില്ല. എന്തോ ആവട്ടെ എന്ന് പറഞ്ഞിട്ട് ഹീറോയിൻ ഓടി തന്റെ കാറിനടുത്തേക്ക് തിരിച്ചു വന്നിട്ട് കാറിന് ടയർ ഇങ്ങനെ മാറ്റാണ്. എപ്പോഴും അവൾ ആലോചിക്കുന്നുണ്ട് ഇനിയിപ്പോൾ അവർ പണം വല്ലവരിക്കും ചോദിച്ചത്. ഓക്കെ എന്തോ ആവട്ടെ എന്ന് പറഞ്ഞ് കാറിന്റെ ടയറും മാറ്റി അതേ സ്പീഡിൽ തന്നെ തിരിച്ച് ഈ ഒരു വീട്ടിലേക്ക് വന്ന് നോക്കുമ്പോഴത്തേക്കും അവിടെ ആ ഒരു ലേഡിയെ കാണാനില്ല. ഓക്കെ സാറ ഇവിടെ നിന്ന് നോക്കുമ്പോഴത്തേക്കും അടുത്ത റൂമിൽ സാറ കിടക്കുന്നു. ഓടി അകത്തേക്ക് ചെന്നിട്ട് സാറയെ വിളിക്കുമ്പോഴത്തേക്കും ഇപ്പോൾ സാറ പഴയതുപോലെയല്ല, അവൾക്ക് നല്ല മാറ്റമുണ്ട്. സാറയാണെങ്കിൽ ഹീറോയിനോട് സംസാരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ പാമ്പ് കടിച്ച ആ ഒരു മുറിവ് കാലിലുണ്ടോ എന്ന് നോക്കുമ്പോഴത്തേക്കും ആ ഒരു മുറിവ് പോലും ഇപ്പോൾ അവിടെ കാണാനില്ല. ഇപ്പൊ ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് ഹീറോയിന് മനസ്സിലാവുന്നില്ല. അങ്ങനെ അവളായാലും ആ ഒരു സ്ത്രീ പറഞ്ഞതുപോലെ തന്നെ സാറയെ എടുത്ത് കാറിലേക്ക് ഇരുത്തിയിട്ട് അത് കഴിഞ്ഞ അടുത്തുള്ള ആ ഒരു ഗ്രാമം ഉണ്ടല്ലോ അവിടേക്ക് ഇങ്ങനെ പോവാണ്. അവിടെ ചെല്ലുമ്പോഴത്തേക്കും അവൾ പറഞ്ഞതുപോലെ ആ ഒരു ഗ്രാമവും ഉണ്ട്, അതേപോലെ തന്നെ അവിടെ ഒരു ഹോസ്പിറ്റലും ഉണ്ട്. നേരെ സാറയെ അതിനകത്തേക്ക് കൊണ്ടുപോകുന്നതും അവിടെയുള്ള ഡോക്ടർ ഇപ്പൊ സാറയെ പരിശോധിച്ചിട്ടാണ് പറയുന്നത്, കത്രീന നിങ്ങളുടെ മകൾക്ക് ഒരു കുഴപ്പമില്ല, പിന്നെ നിങ്ങൾ പറഞ്ഞതുപോലെ ആ ഒരു അണലി ഈ ഒരു കുട്ടിയെ കടിച്ചിട്ടുണ്ടെങ്കിൽ വെറും 5 വയസ്സ് മാത്രമുള്ള നിന്റെ മകള് ഇപ്പൊ ജീവിച്ചു പോലും ഇരിക്കത്തില്ല. സത്യം പറഞ്ഞാൽ ഇതെല്ലാം കാണുമ്പോഴത്തേക്കും നിനക്ക് എന്തോ പ്രശ്നമുള്ളത് പോലെയാണ് എനിക്ക് തോന്നുന്നത്.
ബാ നമുക്കൊന്ന് പരിശോധിക്കാന്ന് പറഞ്ഞ് ഹീറോയിനെ വിളിച്ചിട്ട് ആ ഒരു ഡോക്ടർ ഇപ്പോൾ ഹീറോയിനെ പരിശോധിക്കുകയാണ്. അങ്ങനെ അവളെ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഈ ഒരു ഡോക്ടർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ ഞാൻ ചെക്ക് ചെയ്തപ്പോ പ്രശ്നം നിനക്കാണ് കത്രീന. നിന്നെ കണ്ടിട്ട് ഒരുപാട് ദിവസമായിട്ട് ഉറങ്ങാത്തതുപോലെ, ഒരുപക്ഷെ ഉറക്കമില്ലാത്തത് കൊണ്ട് ഇതെല്ലാം വെറും ഇല്യൂഷനായിട്ട് നിനക്ക് തോന്നുന്നതായിരിക്കാം. നിന്നെ സഹായിച്ചെന്ന് പറഞ്ഞ ആ ഒരു സ്ത്രീ, പിന്നെ നിന്റെ മകളെ പാമ്പ് കടിച്ചെന്ന് പറഞ്ഞത്, ഇതെല്ലാം ചിലപ്പോൾ നിനക്ക് തോന്നിയ കാര്യങ്ങളായിരിക്കാം എന്നെല്ലാം പറഞ്ഞിട്ട് ഓക്കെ കുറച്ച് റെസ്റ്റ് എടുക്കുമെന്നും പറഞ്ഞ് ആ ഒരു ഡോക്ടർ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നതും ഇപ്പൊ ഇത്രയും നേരം ഹീറോയിന് സംഭവിച്ച ഈ കാര്യങ്ങളെല്ലാം ഇനി സ്വപ്നം കണ്ടതാണോ അതോ ഇനി റിയൽ ആയിട്ട് സംഭവിച്ച കാര്യങ്ങളാണോ അവൾക്കൊന്നും മനസ്സിലാവുന്നില്ല. ഓക്കെ, ഇനിയിപ്പോൾ ആ ഒരു ഡോക്ടർ പറഞ്ഞതുപോലെ തന്നെ തനിക്ക് തോന്നിയതായിരിക്കും. എന്തായാലും കുറച്ച് റെസ്റ്റ് എടുക്കാമെന്ന് പറഞ്ഞ് ഹീറോയിനായാലും കിടന്ന് ഉറങ്ങാണ്. അങ്ങനെ ഉറങ്ങിക്കഴിഞ്ഞ് പിന്നീട് എഴുന്നേറ്റിട്ട് ആ ഒരു ഹോസ്പിറ്റലിൽ തന്നെയുള്ള ക്യാൻറ്റീനിലേക്ക് ചെന്ന് കോഫി കുടിക്കുന്ന സമയത്ത് അങ്ങനെ നോക്കുമ്പോഴത്തേക്കാണ് അടുത്തുള്ള ഒരു വാർഡിലെ ഒരു അപ്പൂപ്പൻ മരിക്കാറായിട്ടുള്ള അവസ്ഥയിൽ ഇങ്ങനെ കിടക്കുന്നു. ആ ഒരു റൂമിലേക്ക് നോക്കുമ്പോഴത്തേക്കും അവിടെ ആ ഒരു അപ്പൂപ്പന്റെ കൊച്ചുമകളും അതേപോലെ തന്നെ ഒരു റിലേറ്റീവ് ആയിട്ടുള്ള ഒരാളും ഉണ്ട്. അതുപോലെ ഇവർ രണ്ടുപേരും നല്ലതുപോലെ വിഷമിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഹീറോയിൻ ആ ഒരു മുറിയിൽ നോക്കുന്നത് ആ ഒരു അപ്പൂപ്പന്റെ കൊച്ചുമകളുണ്ടല്ലോ, ആ ഒരു പെണ്ണ് കാണുകയും ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ ഒരു ഹോസ്പിറ്റലിന്റെ മറ്റൊരു ഭാഗത്തേക്ക് കാണിക്കുമ്പോൾ എന്തോ ഒരു അമാനുഷിക ശക്തി ഇതിനകത്ത് ഇങ്ങനെ ചുറ്റി നടക്കുന്നത് പോലെ ആ ഒരു ഫീൽ ഉള്ളതായിട്ട് ഇങ്ങനെ കാണിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മുടെ ഹീറോയിൻ ആണെങ്കിലോ അവളിപ്പോൾ റൂമിൽ നിൽക്കുന്ന സമയത്ത് ഒരാൾ അകത്തേക്ക് കയറി വരുന്നു. അപ്പോൾ ഹീറോയിൻ ചോദിക്കും, അല്ല നിങ്ങളാരാ? ഇല്ല, ഞാൻ പേയ്മെന്റിനെ പറ്റി സംസാരിക്കാൻ വന്നാണ്. ഇല്ല സോറി സാർ, എൻ്റെ മകൾക്ക് ഇൻഷുറൻസ് ഉണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് എന്തായാലും പണം അടയ്ക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുമ്പോഴത്തേക്കും അയാൾ പറയും, ഹേ ഇല്ലില്ല, ഈ ഒരു ഹോസ്പിറ്റലിലെ ബില്ല് അടയ്ക്കുന്ന കാര്യത്തിനെ പറ്റി സംസാരിക്കാനല്ല ഞാൻ വന്നത്. ഇവിടേക്ക് വരുന്നതിന് മുന്നേ ഒരു ഡീൽ ഉണ്ടായിരുന്നല്ലോ, അതിനെപ്പറ്റി സംസാരിക്കാനാണ് ഞാനിപ്പോൾ ഇവിടേക്ക് വന്നിട്ടുള്ളത് എന്ന് പറയുമ്പോൾ ഹീറോയിനൊന്നും മനസ്സിലാവുന്നില്ല. അപ്പോഴാണ് അയാൾ പറയുന്നത്, നിന്റെ മകളുടെ ജീവൻ രക്ഷിച്ചതിന് പകരം നീ ഞങ്ങൾക്ക് മറ്റൊരാളുടെ ആത്മാവിനെ തരണം. അതിന് നീ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഗ്രാമത്തിലുള്ള ആരെങ്കിലും ഒരാളെ കൊല്ലണം, എന്നിട്ട് ആ ഒരു ആത്മാവിനെ ഞങ്ങൾക്ക് തരണം. അതുമല്ല, ഇതിനു വേണ്ടിയിട്ട് അധിക സമയം നിനക്ക് ബാക്കിയില്ല. സൂര്യൻ അസ്തമിക്കുന്നതിന് മുന്നേ തന്നെ നീ ആ ഒരു കാര്യം ചെയ്തേ പറ്റൂ. അതുമല്ല, സമയം വെച്ച് നോക്കുകയാണെങ്കിൽ ഇനി നിനക്ക് വെറും 7 മണിക്കൂർ മാത്രമേ ബാക്കിയുള്ളൂ എന്നിങ്ങനെ പറയുമ്പോൾ ഹീറോയും പെട്ടെന്ന് ഇത് കേട്ട് ചിരിക്കാൻ തുടങ്ങും. എന്നിട്ട് പറയും, അല്ല നിങ്ങൾ ഈ എന്താ പറയുന്നത്? എവിടുന്നോ കയറി വന്നിട്ട് എന്തൊക്കെയോ ഇങ്ങനെ പറയുന്നു. അല്ല, നീ ഇപ്പോൾ പറയുന്ന ഈ ഒരു കാര്യങ്ങളെല്ലാം ഞാനങ്ങ് വിശ്വസിക്കണമെന്നാണ്? ഒരിക്കലും കഴിയത്തില്ല. അതുകൊണ്ട് നീ ഇപ്പോൾ ഇവിടെ നിന്ന് പോകുന്നതായിരിക്കും നല്ലത്. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ സെക്യൂരിറ്റിയെ വിളിക്കുമെന്ന് പറയുമ്പോൾ അയാൾ പറയും, ശരി ഞാൻ പോയിക്കോളാം, പക്ഷെ ഞാൻ പോയി കഴിഞ്ഞാൽ നിന്റെ മകൾക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നറിയോ എന്നും പറഞ്ഞ് നിന്റെ മകളെ നോക്കാനായിട്ട് പറയുന്നതും ഹീറോയും പെട്ടെന്ന് സാറയെ നോക്കുമ്പോൾ ആ ഒരു പാമ്പ് കടിച്ച വിഷം മുഴുവനായിട്ടും അവളുടെ ശരീരത്തിൽ കയറിയിട്ട് അവളുടെ നിറം തന്നെ മാറിയിരിക്കുന്നു. അവൾ മരിച്ച അവസ്ഥയിൽ ഇങ്ങനെ കിടക്കാണ്. അതുമല്ലാതെ കാണിക്കുമ്പോഴത്തേക്കും അവളുടെ കാലിൽ ആ ഒരു പാമ്പ് കടിച്ച മുറിവും കാണുന്നുണ്ട്. അപ്പൊ ഇതുകൂടി കാണുന്നതും ഹീറോയും പെട്ടെന്ന് ദേഷ്യപ്പെട്ട്, നീ എന്റെ മകളെ എന്താ ചെയ്തേ? എന്റെ മകളെ മര്യാദയ്ക്ക് തിരിച്ചു തന്നു, ഇല്ലാന്നുണ്ടെങ്കിൽ നിനക്ക് എന്താ സംഭവിക്കുന്ന അറിയത്തില്ല എന്നെല്ലാം പറയുമ്പോൾ അയാൾ പറയും, ശരി നിന്റെ മകളെ തിരിച്ചു തരാം, പക്ഷെ ഞങ്ങൾ പറഞ്ഞതുപോലെ ആ ഒരു ആത്മാവിനെ നീ കൊണ്ടുതന്നാൽ മാത്രം, ഇല്ലാന്നുണ്ടെങ്കിൽ നിന്റെ മകളുടെ അവസ്ഥ ഇത് തന്നെയായിരിക്കും എന്നും പറഞ്ഞിട്ട് അയാൾ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നതും ഹീറോയിൻ ഇപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഹീറോയിനായാലും ഓടി ചെന്നിട്ട് ഡോക്ടറിനെ നേഴ്സിനായാലും ഇവിടേക്ക് കൊണ്ടുവരുമ്പോൾ അവർ വന്ന് നോക്കുമ്പോഴത്തേക്കും ഹീറോയിൻ പറഞ്ഞതുപോലെ സാറയ്ക്ക് ഒരു കുഴപ്പമില്ല. അപ്പോൾ ഇവർ വന്ന് കാണുമ്പോഴത്തേക്കും അവർക്ക് തോന്നുന്നത് എന്താണ്, നമ്മുടെ ഹീറോയിനാണ് എന്തോ പ്രശ്നമെന്നാണ്. അപ്പോൾ ഹീറോയിൻ പറയില്ല, ഇപ്പോൾ ഒരാൾ ഇവിടേക്ക് വന്നതേ ഉള്ളൂ, ശരി ഞാൻ ഇപ്പോൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് തുണിയെല്ലാം മാറ്റി അവിടെയെല്ലാം ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും അയാളെ ഇവിടെയും കാണുന്നില്ല. ഇപ്പൊ ആ ഒരു ഡോക്ടറും നേഴ്സും ഷെടാ ഇവർക്ക് എന്തോ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞിട്ട് അവർ വെളിയിലേക്ക് ഇറങ്ങി പോകുന്നതും ഹീറോയിൻ നേരെ അവളുടെ മകളുടെ അടുത്തേക്ക് വന്നിട്ട്, മോളെ ഇവിടെ എന്താണ് നടക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്നും പറഞ്ഞ് നേരെ വെളിയിലേക്ക് ഇറങ്ങി വരും. എന്നിട്ട് ഈ ഒരു കാര്യങ്ങളെല്ലാം പോലീസിനെ വിളിച്ച് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ കാണുന്ന നമുക്ക് പോലും ഈ ഒരു മൂവിയിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. അപ്പൊ അവൾ ആ ഒരു കാര്യം പോലീസിനോട് വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വിശ്വസിക്കാന്നാണോ? അങ്ങനെ നമ്മുടെ ഹീറോയിൻ അവിടെ നിന്ന് തന്റെ കാറും എടുത്ത് തിരിച്ചു പോവാണ്. എവിടേക്കാണെന്ന് വെച്ചാല് ഇവരുടെ ടയർ എവിടെ വെച്ചാണോ പഞ്ചറായത് ആ ഒരു സ്ഥലത്തേക്ക് തന്നെ തിരിച്ചു വരും. അങ്ങനെ അവിടേക്ക് വന്ന് ഇറങ്ങി നോക്കുമ്പോഴത്തേക്കാണ് അവൾ ഊരിയിട്ട് ആ ഒരു ടയർ അവിടെ കാണാനുണ്ട്. അങ്ങനെ ആ ഒരു ടയർ എടുത്തിട്ട് അവിടേക്ക് നോക്കുമ്പോഴത്തേക്ക് നേരത്തെ കണ്ടിരുന്ന ആ ഒരു വീട് ഇപ്പോൾ അവിടെ കാണാനില്ല. ഓക്കെ, വീട് കണ്ടില്ല. ഇനിയിപ്പോൾ തന്റെ മകളെ കടിച്ച ആ ഒരു പാമ്പ് ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്നറിയാൻ വേണ്ടി ആ ഒരു സ്ഥലം മുഴുവനായിട്ട് നടന്നിങ്ങനെ നോക്കുന്നുണ്ട്. പക്ഷെ ആ ഒരു പാമ്പിനെയും അവിടെ കാണാനില്ല. ഇത്രയും വലിയ മരുഭൂമി പ്രദേശത്ത് ഈ ഒരു പാമ്പിനെ നോക്കുന്നത് എന്തായാലും മണ്ടത്തരമാണ്. എന്നിരുന്നാലും അവൾ ആ ഒരു വിഷമത്തില് അവിടെ എല്ലാം നോക്കുന്നുണ്ട്. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് കുറച്ച് ദൂരെയായിട്ട് ഹീറോയിന്റെ കാറിന്റെ പുറകിലായിട്ട് വലിയൊരു ട്രക്ക് ഇങ്ങനെ വരുന്നു. എന്നിട്ട് ആ ഒരു ട്രക്ക് വണ്ടിയുടെ പുറകിലേക്ക് കൊണ്ടിങ്ങനെ നിർത്തി അതിനകത്ത് നിന്നും ആ ഒരു ഡ്രൈവർ ഒരു വലിയ കമ്പി എടുത്ത് ഹീറോയിന്റെ അടുത്തേക്ക് ദേഷിച്ചിങ്ങനെ വരുന്നു, അവളെ ഇപ്പൊ അടിക്കുമെന്ന് പറഞ്ഞിട്ട്. ഇത് കണ്ട ഹീറോയിനായാലും കുറെ ദൂരെ നിന്ന്, ഏയ് നീ ആരാ, നീ എന്താ ചെയ്യാൻ പോകുന്നേ എന്നെല്ലാം ചോദിക്കുമ്പോൾ അയാളായാലും അടുത്തേക്ക് വരുന്ന സമയത്ത് ഹീറോയിൻ പെട്ടെന്ന് താഴേക്ക് വീഴും. നീ എന്തിനാ എന്റെ അടുത്തേക്ക് വരുന്നത് ചോദിക്കുമ്പോഴത്തേക്കാണ് അയാൾ പറയുന്നത്, നിന്റെ മകള് ജീവനോടെ വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് നിന്നെ കൊന്നേ പറ്റൂ. ഇതും കൂടി കണ്ട് ഹീറോയിൻ പെട്ടെന്ന് താഴേക്ക് പേടിച്ച് വീഴുമ്പോൾ അയാളായാലും മുന്നിലേക്ക് വന്ന് നിൽക്കുമ്പോഴത്തേക്കാണ് അയാളുടെ കണ്ണിലും നെഞ്ചിലും എല്ലാം ഈ ബുള്ളറ്റ് കയറിയതുപോലെ, അല്ലാന്നുണ്ടെങ്കിൽ വെടികൊണ്ട് മരിച്ച ഒരാള് ജീവനോടെ എഴുന്നേറ്റ് വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും, അതുപോലെയാണ് ഇപ്പൊ അയാൾ വന്ന് നിൽക്കുന്നത്. അതേസമയം ഹീറോയിന്റെ അടുത്തേക്ക് നോക്കുമ്പോഴത്തേക്കും അവിടെ അവളുടെ മകളെ കടിച്ച ആ ഒരു പാമ്പിങ്ങനെ നിൽക്കുന്നു.
ഷെടാ ഇത്രയും നേരം കാണാത്ത ഈ ഒരു പാമ്പ് ഇതിപ്പോ എവിടെ നിന്ന് വന്നു എന്നും പറഞ്ഞിട്ട് ഒരാൾ കൊല്ലാനായിട്ട് മുന്നിൽ നിൽക്കുന്നു, മറ്റൊരിടത്തൊരു പാമ്പ്. ഇപ്പൊ വേറെ വഴിയില്ലാതെ ഹീറോയിൻ ഒരു കല്ലെടുത്ത് ആ ഒരു പാമ്പിനടുത്തേക്ക് 2-3 തവണ ഇങ്ങനെ എറിയുന്നുണ്ട്. പക്ഷേ ആ ഒരു പാമ്പ് അവിടെ നിന്ന് അനങ്ങുന്നില്ല. പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കാണ് ഹീറോയിനെ കൊല്ലാനായിട്ട് വന്നല്ലോ അയാളെ ഇവിടെ കാണുന്നില്ല. അതേപോലെ തന്നെ അയാൾ വന്ന ആ ഒരു ട്രക്കും ഇവിടെ കാണാനില്ല. അപ്പോഴാണ് നമ്മുടെ ഹീറോയിന് മനസ്സിലാവുന്നത് ഇവിടെ സംഭവിക്കുന്ന എല്ലാത്തിനും ഒരു കാരണമുണ്ട്, ഇതെല്ലാം നടക്കുന്നത് വെറുതെയല്ല എന്ന് മനസ്സിലാക്കി അവൾ വീണ്ടും വണ്ടി എടുത്തിട്ട് അടുത്തുള്ളൊരു സിറ്റി ഉണ്ട് അവിടേക്ക് തന്നെ തിരിച്ചു വരികയാണ്. അങ്ങനെ കാറും എടുത്ത് ആ ഒരു സിറ്റിയുടെ ഒരു ഭാഗത്തേക്ക് വന്ന് അവിടെ കാർ നിർത്തി കുറെ നേരം ഇങ്ങനെ ഇരുന്ന് ആലോചിക്കും. അങ്ങനെ ആലോചിച്ചിട്ടാണ് പെട്ടെന്ന് ഹീറോയിനൊരു ഐഡിയ. ഓക്കെ, ഈ ഒരു ഗ്രാമത്തിന്റെ പേരടിച്ചിട്ട് തോലിയ എന്നുള്ള ഈ ഒരു ഗ്രാമം ഉണ്ടല്ലോ അതിന്റെ പേരടിച്ച് ഇവിടെ മരിച്ചവരെ പറ്റിയുള്ള കാര്യങ്ങൾ ഇങ്ങനെ അന്വേഷിക്കുകയാണ്. അങ്ങനെ നോക്കുമ്പോഴത്തേക്കാണ് ഒരു ട്വിസ്റ്റ്. വേറെ ഒന്നുമല്ല, ഒരു ട്രക്ക് ഡ്രൈവറെ ഇവിടെ ഷൂട്ട് ചെയ്ത് കൊന്നതായിട്ട് ഒരു ആർട്ടിക്കിൾ ഉണ്ട്. അപ്പൊ ഈ ഒരു ട്രക്ക് ഡ്രൈവറാണ് നേരത്തെ അവളെ കാണാനായിട്ട് വന്നത്. അതുമല്ലാതെ നമ്മുടെ ഹീറോയിന്റെ കാർ എവിടെ വെച്ചാണോ പഞ്ചറായത് ആ ഒരു സെയിം സ്ഥലത്ത് വെച്ച് തന്നെയാണ് അയാളെ ഷൂട്ട് ചെയ്ത് കൊന്നിട്ടുള്ളത്. അപ്പോൾ ഈ ആർട്ടിക്കിളിൽ കാണുന്ന ഫോട്ടോയിൽ ഇങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഈ ഹോസ്പിറ്റലിനകത്ത് ഒരു അമാനുഷികമായിട്ടുള്ള രൂപം കണ്ടു എന്ന് പറഞ്ഞല്ലോ, ആ ഒരു രൂപം ഇപ്പോൾ ഈ ഒരു ഫോട്ടോയിൽ നിൽപ്പുണ്ട്. എന്നിട്ട് നമ്മുടെ ഹീറോയിനെ ഇങ്ങനെ നോക്കുന്നത് പോലെ കാണിക്കുന്നു. അതിന് താഴെയായിട്ട് മറ്റൊരാളുടെ ഫോട്ടോ, ഒരു ലോയർ മരിച്ചതായിട്ട് അതിൽ എഴുതിയിട്ടുണ്ട്. അയാളുടെ ഫോട്ടോ എടുത്ത് നോക്കുമ്പോഴത്തേക്കും ഇത് വേറെ ആരുമല്ല, കുറച്ചു മുന്നേ ഹീറോയിനെ കാണാനായിട്ട് ആ ഒരു ഹോസ്പിറ്റലിനകത്തേക്ക് ഒരാൾ വന്നല്ലോ അയാളാണിത്. അപ്പോഴാണ് ഹീറോയിന് മനസ്സിലാവുന്നത് ഇതിനു മുന്നേ ഹീറോയിനോട് സംസാരിച്ചവരെല്ലാം ഈ ഒരു ഗ്രാമത്തിൽ മരണപ്പെട്ടവരാണ്. അപ്പൊ അയാളെ കൊന്നതിനെ പറ്റിയുള്ള ഒരു വീഡിയോ അതിനകത്തുണ്ട്. അതെടുത്ത് ഇങ്ങനെ പ്ലേ ചെയ്യുമ്പോഴത്തേക്കാണ് ഈ കൊന്ന ആളോട് പോലീസുകാരി ഈ ഒരു ലോയറിനെ കൊല്ലാൻ കാരണം എന്താണെന്ന് ചോദിക്കുമ്പോൾ എന്റെ മകന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ഒരു ലോയറിനെ കൊന്നത് എന്നാണ് അയാൾ മറുപടി പറയുന്നത്. സൂര്യാസ്തമയത്തിന് മുന്നേ ഞാൻ ആരെങ്കിലും കൊല്ലണം, അങ്ങനെ ഞാൻ ആരെയും കൊന്നില്ല എന്നുണ്ടെങ്കിൽ എന്റെ മകൻ മരിക്കും, അതുകൊണ്ടാണ് ഞാൻ അയാളെ കൊന്നത് എന്നുള്ള രീതിയിൽ അയാൾ പറയുന്നുണ്ട്. അതുമല്ല ഈ ഒരു ഫോട്ടോയിലും പലയിടങ്ങളിലായിട്ട് കണ്ട ആ ഒരു അമാനുഷിക രൂപമുണ്ടല്ലോ അത് ഈ ഒരു വീഡിയോയിലുള്ളതായിട്ടും ഹീറോയിൻ കാണുന്നു. ഇവിടെ വെച്ച് തന്നെ നമ്മുടെ ഹീറോയിന് ഒരു കാര്യം എന്തായാലും മനസ്സിലായി. ഇന്ന് സൂര്യാസ്തമയത്തിന് മുന്നേ ഈ ഒരു ഗ്രാമത്തിലുള്ള ആരെങ്കിലും ഒരാളെ കൊന്നില്ല എന്നുണ്ടെങ്കിൽ സാർ എന്തായാലും മരണപ്പെടും. അങ്ങനെ ഹീറോയിൻ ഇപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ തിരിച്ച് ഒരു റൂമിലേക്ക് വന്നിട്ട് അവളുടെ ബാഗ് എടുത്ത് അതിൽ നിന്ന് ഡ്രസ്സെല്ലാം ഇങ്ങനെ ചേഞ്ച് ചെയ്ത് അവളുടെ മുഖം നല്ല വ്യക്തമായിട്ട് അറിയാതിരിക്കാൻ വേണ്ടി ഒരു തൊപ്പി എടുത്തിട്ട് അത് കഴിഞ്ഞ് നേരെ ഹോസ്പിറ്റലിലേക്ക് തന്നെ വരികയാണ്. അങ്ങനെ ആശുപത്രിയിലേക്ക് വന്നിട്ട് അവൾ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നേരത്തെ മരിക്കാറായിട്ട് കിടന്ന ഒരു അപ്പൂപ്പനുണ്ടല്ലോ ആ ഒരു അപ്പൂപ്പന്റെ മുറിയിലേക്ക് വന്ന് നോക്കുമ്പോൾ അവിടെ ആളിരിപ്പുണ്ട്. അങ്ങനെ ആ ഒരു അപ്പൂപ്പനെ കുറച്ചു നേരം നോക്കിയിട്ട് ഈ ഒരു ഹോസ്പിറ്റലിൽ തന്നെ മരിക്കാറായിട്ട് കിടക്കുന്ന വേറെ ആരൊക്കെ ഉണ്ട് എന്നറിയാൻ വേണ്ടി ഓരോ മുറികളായിട്ട് പോയി ഇങ്ങനെ നോക്കുന്നു. അത് കഴിഞ്ഞ് അവൾ വീണ്ടും ക്യാൻറ്റീനിലേക്ക് വന്ന് നോക്കുമ്പോഴത്തേക്കാണ് ആ ഒരു മരിക്കാറായിട്ട് അപ്പൂപ്പനുണ്ടല്ലോ അയാളുടെ മകൾ എവിടെ ഇരിക്കുന്നത് കാണുന്നത്. നേരെ ആ ഒരു ലേഡിയുടെ അടുത്തേക്ക് വന്നിട്ട് അല്ല നിങ്ങളുടെ അച്ഛന് കുറച്ച് സീരിയസ് ആണ്, അധികകാലം ഉണ്ടാകത്തില്ല എന്നാണല്ലോ പറഞ്ഞത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ആ ഒരു ലേഡി പറയും അതെ ഡോക്ടർ അങ്ങനെ തന്നെയാണ് പറഞ്ഞത്, അച്ഛൻ എപ്പോഴാണ് മരിക്കുന്നതെന്നും കാത്ത് ഞങ്ങളിങ്ങനെ ഇരിക്കുകയാണ് എന്നുള്ള രീതിയിൽ അവളും ഫീൽ ചെയ്തിങ്ങനെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് ഹീറോയിൻ ആ ഒരു സ്ത്രീയോടൊപ്പം തന്നെ നേരെ ആ ഒരു റൂമിനകത്തേക്ക് വരും. അങ്ങനെ ഇവർ രണ്ടുപേരും സംസാരിച്ചിരിക്കുന്ന സമയത്ത് ആ ഒരു ലേഡിക്കാണെങ്കിലും പെട്ടെന്നൊരു ഫോൺ കോൾ വരുന്നതും അവരാണെങ്കിലും ഫോൺ എടുത്ത് നേരെ വെളിയിലേക്ക് ഇറങ്ങി പോകുന്നു. അപ്പോഴേ ഹീറോയിൻ പറയും ശരി ഞാനിപ്പോൾ എന്തിനാ ഇവിടെ ഇരിക്കുന്നത്, ഞാൻ പോകാൻ പോവാണെന്നും പറഞ്ഞ് വെളിയിലേക്ക് ഇറങ്ങുന്നത് പോലെ വന്നിട്ട് അവർ കുറച്ച് ദൂരേക്ക് പോകുന്നതും വീണ്ടും ഈ ഒരു മുറിക്കകത്തേക്ക് തന്നെ വന്ന് ഈ ഒരു അപ്പൂപ്പനെ നമ്മുടെ ഹീറോയിൻ കൊല്ലാൻ പോവാണ്. വേറെ ഒന്നുമല്ല, അപ്പൂപ്പൻ എന്തായാലും മരിക്കാറായിട്ട് കിടക്കയില്ലേ, അതുകൊണ്ട് അപ്പൂപ്പനെ കൊന്നാലും ഒരു കുഴപ്പമില്ല, അതുമല്ല വേറൊരാളെ ഇനിയിപ്പോൾ കൊല്ലേണ്ട ആവശ്യം വരുന്നില്ല. അങ്ങനെ നല്ല രീതിയിൽ പേടിച്ചിട്ട് ഹീറോയിനായാലും ഒരു തലയണ എടുത്ത് അപ്പൂപ്പന്റെ മുഖത്തേക്ക് വെക്കാന്ന് പറഞ്ഞിങ്ങനെ വരുമ്പോഴത്തേക്കും പെട്ടെന്ന് വെളിയിൽ നിന്ന് ആരൊക്കെ നടന്നു വരുന്നത് പോലെ ആ ഒരു ശബ്ദം കേട്ട് ഹീറോയിൻ ആ ഒരു തലയണയും പിടിച്ച് നേരെ ആ ഒരു ബാത്റൂമിനകത്തേക്ക് കയറി ഇങ്ങനെ ഒളിച്ചു നിൽക്കാണ്. കാണിക്കുമ്പോഴത്തേക്കും ഈ ഒരു റൂമിനകത്ത് ഒരുപാട് പേര് വന്നിട്ടുണ്ട്. അവർ സംസാരിക്കുന്ന ആ ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്. ഇനിയിപ്പോൾ എത്ര നേരമെന്നും പറഞ്ഞ് ഇവിടെ നിൽക്കാനായിട്ട് ഇറങ്ങിപ്പോവാന്ന് പറഞ്ഞ് ബാത്റൂമിന്റെ ഡോർ തുറക്കുമ്പോഴത്തേക്കും അവിടെയുള്ള എല്ലാവരും നമ്മുടെ ഹീറോയിനെ കണ്ടു. എന്നിട്ട് ഹീറോയിനോട് ചോദിക്കും അല്ല നീ ആരാ, നീ എന്താ ഈ ഒരു റൂമിൽ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ അപ്പോൾ ഹീറോയിൻ പറയും ഇല്ലില്ല ഞാൻ റെസ്റ്റ് റൂമിൽ കയറാന്ന് പറഞ്ഞിട്ട് വന്നതാണ്, അർജന്റായി പോയി എന്ന് പറഞ്ഞ് ഈ ഒരു അപ്പൂവനെ നോക്കുമ്പോൾ ആ ഒരു ഗ്യാപ്പിൽ ഈ ഒരു അപ്പൂവൻ മരിക്കുകയും ചെയ്തു. ആകെയുള്ളൊരു പ്രതീക്ഷയായിരുന്നു അപ്പൂപ്പൻ അവിടെ വെച്ച്. ഇനിയിപ്പോൾ ഹീറോയിന് വേറെ ആരെയും കൊന്നേ പറ്റൂ, ഇപ്പോൾ ഇവർ വന്നില്ലായിരുന്നുണ്ടെങ്കിൽ നല്ലൊരു ചാൻസ് ആണ് നഷ്ടപ്പെട്ടതെന്നും പറഞ്ഞിട്ട് ഹീറോയിൻ പതിയെ വെളിയിലേക്ക് ഇറങ്ങി. അത് കഴിഞ്ഞ് അവളുടെ കാറിനകത്തേക്ക് കയറി ഇരിക്കുകയാണ്. അങ്ങനെ കാറിനകത്ത് നോക്കുമ്പോഴത്തേക്കാണ് ഇപ്പോൾ സമയം ഉച്ചയ്ക്ക് 12:48 സമയവും പോയിക്കൊണ്ടിരിക്കുന്നു. ഇനിയിപ്പോൾ എന്ത് ചെയ്യും, ആരെ കൊല്ലും എന്നുള്ള രീതിയിൽ ഈ ഒരു സ്ട്രീറ്റിൽ മുഴുവനായിട്ടും അവൾ കണ്ണോടിച്ച് ഓരോരുത്തരും എന്താണ് ചെയ്യുന്നതിനെ നോക്കാണ്. ആ ഒരു സമയത്താണ് കുറച്ച് മുന്നിലായിട്ട് ഒരു ചെറിയ പയ്യൻ തന്റെ സൈക്കിളിൽ ഈ ഒരു റോഡ് മുറിച്ച് കിടക്കാനായിട്ട് ഇങ്ങനെ നിൽക്കും. പക്ഷെ ആ ഒരു പയ്യൻ ഇപ്പോൾ ഹീറോയിനെ തിരിഞ്ഞു നോക്കിയിട്ട് കുറേ നേരം അങ്ങനെ നോക്കി നിന്ന് അത് കഴിഞ്ഞ് തന്റെ സൈക്കിളും കൊണ്ട് ഹീറോയിന്റെ വണ്ടിയുടെ അടുത്തേക്ക് വന്നിട്ട് ഹീറോയിനോട് വന്ന് പിന്നെ പറയാണ് ഇനി സമയം കുറച്ച് മാത്രമേ ഉള്ളൂ എന്നും പറഞ്ഞ് പെട്ടെന്ന് അവന്റെ തല കൊണ്ടുവന്ന് കാറിന്റെ ഗ്ലാസ്സിലേക്ക് 2-3 ഇടി, അതുമല്ല ഇടിച്ചിടിച്ച് ആ ഒരു പയ്യന്റെ തല നല്ലതുപോലെ മുറിഞ്ഞിട്ട് രക്തം കാണുന്നതും
ഇത് കണ്ട ഹീറോയിൻ ആയാലും അടുത്തുള്ള ആ ഒരു ഡോർ തുറന്ന് പെട്ടെന്ന് വെളിയിലേക്ക് വന്ന് വീഴും. ജസ്റ്റ് മിസ്സിന് അവളെ ഒരു വണ്ടി ഇടിച്ചില്ല എന്നുള്ള രീതിയിൽ ഇങ്ങനെ പോവാണ്. അപ്പോൾ ഒരാൾ അടുത്തേക്ക് വന്നിട്ട് എന്ത് പറ്റിയെന്ന് ഇങ്ങനെ ചോദിക്കുന്നതും ഹീറോയിൻ പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് ഡോറ് തുറന്ന് ആ ഒരു പയ്യനെ നോക്കുമ്പോൾ അതേപോലെ ഒരു ചെറിയ പയ്യൻ അവിടെ ഇല്ല. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഹീറോയിനെ ഇപ്പോൾ ഒരു മുന്നറിയിപ്പ് നൽകിയതാണ്. ഇവിടെ ഇപ്പോൾ എന്താണ് നടക്കുന്നത് എന്നുപോലും മനസ്സിലാവാതെ ഹീറോയിൻ അടുത്തുള്ളൊരു ബാറിനകത്തേക്ക് കയറിയിരിക്കുകയാണ്. എന്തെങ്കിലും ചെയ്തല്ലേ പറ്റൂ. ആ ഒരു സമയത്താണ് അടുത്തേക്ക് മറ്റൊരു ലേഡി ഇങ്ങനെ വന്നിരിക്കുന്നു. ഹീറോയിൻ അവരുടെ മുഖത്തേക്ക് ശ്രദ്ധിച്ച് നോക്കുമ്പോഴത്തേക്ക് അവരുടെ മുഖത്ത് അടി കൊണ്ടൊരു പാടുണ്ട്. അത് ഹീറോയിൻ നോട്ട് ചെയ്ത് വയ്ക്കും. അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ തന്നെ ആ ഒരു പെണ്ണിന്റെ ബോയ് ഫ്രണ്ട് ഉണ്ടല്ലോ, അവൻ പെട്ടെന്ന് ഇവിടേക്ക് വന്നിട്ട് ഇവിടെ എന്താ ചെയ്യുന്നത്, ബാ പോവാന്ന് പറയുമ്പോൾ ഈ ബാർ നടത്തുന്ന ആ ഒരു സ്ത്രീ പറയുന്നുണ്ട്, അല്ല നിനക്ക് അവളെ ഇന്ന് വെറുതെ വിട്ടൂടെ, ഏത് നേരവും അവളെ ഇങ്ങനെ ഉപദ്രവിക്കുന്ന എന്തിനാ എന്നെല്ലാം ചോദിക്കുമ്പോൾ അവൻ പറയും, നിങ്ങൾ നിങ്ങളുടെ കാര്യം മാത്രം നോക്കിയാൽ മതി, ഇത് ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞ ആ ഒരു പെണ്ണിനെ ഒരു അടിയടിച്ച് അവിടെ നിന്ന് പിടിച്ചോണ്ടിങ്ങനെ പോവാണ്. അപ്പൊ ഇത് കാണുമ്പോഴത്തേക്കും ഹീറോയിന് അവളുടെ ഭർത്താവിന്റെ കാര്യമാണ് ഓർമ്മ വരുന്നത്. അപ്പൊ അവൻ വെളിയിലേക്ക് പോകുന്നതും ഹീറോയിൻ ഇപ്പോൾ ആ ഒരു ജനാല വഴി പുറത്തേക്ക് നോക്കുമ്പോൾ ഇവര് രണ്ടുപേരും അടിയുണ്ടാക്കിയിട്ടാണ് അവരുടെ വണ്ടിയിലേക്ക് കയറി അവിടെ നിന്ന് പോകുന്നത്. അപ്പോൾ ഹീറോയിൻ ആയാലും ഒന്നും അറിയാത്തതുപോലെ പാതിയെ വെളിയിലേക്ക് ഇറങ്ങിയിട്ട് അവിടെ എല്ലാം നോക്കുന്ന സമയത്ത് അടുത്തുള്ളൊരു ചുമരില് കാണാതായിട്ടുള്ളൊരു പയ്യനെ പറ്റി ഇങ്ങനെ നോട്ടീസ് ഒട്ടിച്ചിട്ടുണ്ട്. വന്ന് നോക്കുമ്പോഴത്തേക്കും അവിടെയാണ് അടുത്തൊരു ടെസ്റ്റ് നേരത്തെ കണ്ട ആ ഒരു ചെറിയ പയ്യനുണ്ടല്ലോ, ആ ഒരു പയ്യനായിരുന്നു ഇത്. കാണിക്കുമ്പോഴത്തേക്കും ആ ഒരു സൈക്കോ ബോയ് ഫ്രണ്ടും അതേപോലെ തന്നെ അവന്റെ ഗേൾ ഫ്രണ്ടും കൂടി ചേർന്ന് അവരുടെ വീട്ടിലേക്ക് പോകുന്നതും ഹീറോയിൻ തന്റെ കാറും എടുത്ത് അവരെ രണ്ടുപേരെ ഫോളോ ചെയ്യും. അങ്ങനെ അവരുടെ പുറകെ ഒരുപാട് നേരം ഫോളോ ചെയ്ത് അവസാനം അവരുടെ ആ ഒരു വീട് കണ്ടുപിടിച്ചിട്ട് ആ ഒരു ലൊക്കേഷൻ ഫോണിൽ ഇങ്ങനെ മാർക്ക് ചെയ്ത് വെക്കും. അത് കഴിഞ്ഞ് വീണ്ടും ഈ ഒരു സിറ്റിയിലേക്ക് തന്നെ വന്നിട്ട് അവളുടെ കാറിന്റെ ബാക്ക് ഡോർ തുറന്ന് അതിനകത്തൊരു പ്ലാസ്റ്റിക് കത്തിയുണ്ട്. ആ ഒരു കത്തി എടുത്ത് വെച്ച് ഈ കുത്തി കൊല്ലുന്നത് എങ്ങനെയാണ് എന്നുള്ള രീതിയിൽ അവളിങ്ങനെ നോക്കുകയാണ്. അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കാണ് ഹീറോയിന്റെ പുറകിലായിട്ട് ഒരു നശിച്ചു പോയ ഒരു ചർച്ച് ഉണ്ട്. പെട്ടെന്ന് ആ ഒരു ചർച്ചിനകത്ത് ഒരു ഫാദർ ഹീറോയിനെ നോക്കി ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ ഹീറോയിൻ അയാളെ നോക്കുമ്പോഴത്തേക്കാണ് ആ ഒരു ഫാദർ അവനെ കത്തി വെച്ച് കൊല്ലണ്ട, തോക്ക് ഉപയോഗിച്ച് ഷൂട്ട് ചെയ്ത് കൊന്നാൽ മതി എന്നുള്ള രീതിയിൽ ഇങ്ങനെ കാണിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് ആ ഒരു ഫാദറിന്റെ ശരീരം തീ പിടിച്ചിട്ട് അയാൾ അതിനകത്ത് തന്നെ കത്തി നശിക്കുന്നത് പോലെ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു ചർച്ചും കുറെ നാളുകൾക്ക് മുന്നേ നശിച്ചിട്ട് ഇതിനകത്തുള്ള ഈ ഒരു ഫാദർ മരിച്ചതാണ്. അപ്പോൾ മരിച്ച ആ ഒരു ഫാദറിനെയാണ് നമ്മുടെ ഹീറോയിൻ ഇപ്പോൾ കണ്ടത്. അപ്പോൾ എന്തായാലും അയാൾ പറഞ്ഞതുപോലെ തന്നെ തോക്ക് ഉപയോഗിച്ച് അവനെ കൊല്ലണമല്ലോ. അപ്പോൾ ഒരു തോക്ക് എന്തായാലും വാങ്ങണം. ഈ ഒരു സിറ്റിയിൽ തന്നെ ഒരു ഗൺ ഷോപ്പിലേക്ക് കയറിയിട്ട് ഹീറോയിൻ അവിടെയുള്ള അപ്പൂപ്പനോട് തോക്ക് തരാൻ പറയുമ്പോൾ അപ്പൂപ്പനായാലും ഒരുപാട് തോക്കെടുത്ത് ഇങ്ങനെ വെക്കുന്നു. എന്നിട്ട് ഹീറോയിന്റെ ഐഡിയ എടുത്ത് പരിശോധിക്കുമ്പോഴത്തേക്കാണ് അവൾ ഈ ഒരു സ്ഥലത്തുള്ള ആളല്ലാന്ന് അപ്പൂപ്പനും മനസ്സിലാവുന്നത്. അപ്പൊ അപ്പൂപ്പൻ പറയും, അപ്പൊ നീ ഈ ഒരു സ്ഥലത്തുള്ള ആളല്ല, അപ്പൊ നിനക്ക് എന്തായാലും തോക്ക് തരാനായിട്ട് കഴിയത്തില്ല, ഇതൊരു നിയമവിരുദ്ധമായിട്ടുള്ള കാര്യമാണ്, നീ ഇത്രയും എടുത്ത് ഇവിടെ നിന്ന് പോകാൻ പറയുമ്പോൾ ഹീറോയിൻ ഇപ്പോൾ കരഞ്ഞ് ആ ഒരു അപ്പൂപ്പനോട് പറയുന്നത്, പ്ലീസ് സാർ എന്നെ എങ്ങനെയെങ്കിലും സഹായിച്ചേ പറ്റൂ, എന്റെ മകള് ഇപ്പോൾ ആശുപത്രിയിലാണ്, കൂടാതെ ഈ ഒരു നഗരത്തിലേക്ക് വന്ന ഞാൻ ഒരു സിംഗിൾ മദറും കൂടിയാണ്, എന്നെ ഒരുപാട് പേര് ഫോളോ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് എനിക്ക് എങ്ങനെയെങ്കിലും ഒരു തോക്ക് തരണം എന്ന് കരഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുമ്പോഴത്തേക്കും ആ ഒരു അപ്പൂപ്പൻ പറയും, ഇല്ലില്ല നിനക്ക് എന്തായാലും തോക്ക് തരാനായിട്ട് കഴിയത്തില്ല, ഓക്കെ എന്തായാലും നീ വിഷമിക്കണ്ട, നിന്നെ സഹായിക്കാൻ കഴിയുന്ന ഒരാൾ ഈ ഒരു സിറ്റിയിലുണ്ട്, അയാളുടെ അഡ്രസ്സ് ഞാൻ എന്തായാലും നിനക്ക് തരാം എന്നും പറഞ്ഞിട്ട് ഒരാളുടെ അഡ്രസ്സ് ആ ഒരു അപ്പൂപ്പൻ ഹീറോയിന് കൊടുക്കുന്നതും ഹീറോയിൻ ഇപ്പോൾ ആ ഒരാളെ തേടി ഇങ്ങനെ പോവാണ്. അങ്ങനെ ഈ ഒരു അഡ്രസ്സിൽ ഹീറോയിൻ അവസാനം ചെല്ലുന്നത് ഒരു വെയർ ഹൗസിലേക്കാണ്. അങ്ങനെ ഹീറോയിൻ ആയാലും അവിടേക്ക് ചെല്ലുമ്പോഴത്തേക്കും അവിടെ ഷട്ടർ ഇട്ടേക്കുന്നു. അപ്പോൾ ഉള്ളിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി അവിടെ ഒരു സ്വിച്ച് ഉണ്ട്. അതിൽ പിടിച്ചിങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ അകത്ത് നിന്ന് ഒരാൾ ചോദിക്കുന്നുണ്ട്, അല്ല ആരാ നീ, നിനക്ക് എന്താ വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ഇതുപോലെ ആ ഒരു ഗൺ ഷോപ്പിലെ ആ ഒരു മുത്തശ്ശനാണ് എന്നെ ഇവിടേക്ക് പറഞ്ഞു വിട്ടത്. അപ്പോൾ അയാൾ പറയും, ഓക്കെ ശരി, നിന്റെ മുഖം നല്ലതുപോലെ കാണാൻ കഴിയുന്നില്ല, ആ ഒരു തൊപ്പി മാറ്റി ക്യാമറയിലേക്ക് മുഖം കാണിക്കാൻ പറയുമ്പോൾ ഹീറോയിൻ ആയാലും അതുപോലെ തന്നെ ചെയ്യുന്ന സമയത്ത് ആ ഒരു ഷട്ടർ ഇപ്പോൾ മുകളിലേക്ക് ഉയരുന്നു. അപ്പോൾ അകത്തേക്ക് വരുമ്പോഴത്തേക്കാണ് മനസ്സിലാവുന്നത് ഇയാള് ഇല്ലീഗലായിട്ട് ഈ ഒരു തോക്കെല്ലാം വിൽക്കുന്ന ഒരാളാണ്. ഹീറോയിൻ ആയാലും അകത്തേക്ക് വരുമ്പോൾ അവളെ നല്ലതുപോലെ പരിശോധിച്ചിട്ട് അത് കഴിഞ്ഞ് അവൾക്ക് ആ ഒരു തോക്കും കൊടുത്ത് അവളുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിയിട്ട് അയാൾ ചോദിക്കുന്നുണ്ട്, അല്ല നീ ഒരു തോക്ക് ആദ്യമായിട്ടാണോ ഉപയോഗിക്കുന്നത്, അതോ ഞാൻ പഠിപ്പിച്ചു തരണോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല വേണ്ട അത് ഞാൻ നോക്കിക്കോളാം എന്ന് പറയുമ്പോഴത്തേക്ക് അയാൾ പറയും, നിന്നെ കാണുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാവും നീ ഒരാളെ ഈ ഒരു തോക്ക് ഉപയോഗിച്ച് കൊല്ലാൻ പോവാണെന്ന്, എന്തായാലും നീ കൊല്ലാൻ പോകുന്ന ആളുടെ മുന്നിൽ വെച്ചിട്ട് അയാളെ നീ കൊല്ലാൻ പോവാണെന്ന് പറഞ്ഞിട്ട് അയാളെ കൊന്നേക്ക്, അങ്ങനെയാണെങ്കിൽ അയാളെ കൊന്നതിനുള്ള ആ ഒരു പാവമെങ്കിലും നിനക്ക് കിട്ടാതിരിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ പറയുന്നതും ഇപ്പോൾ നമ്മുടെ ഹീറോയിൻ അവിടെ നിന്ന് തന്റെ കാറും എടുത്ത് കുറെ ദൂരം വന്ന് ആളൊന്നും ഇല്ലാത്തൊരു സ്ഥലം കണ്ടുപിടിച്ചിട്ട് അവിടെ ഇരുന്ന് ഈ ഒരു തോക്ക് എങ്ങനെയാണ് ലോഡ് ചെയ്യുന്നത്, ഷൂട്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം വീഡിയോ നോക്കി ഇങ്ങനെ കണ്ടു മനസ്സിലാക്കുന്നു. എന്നിട്ട് കുറച്ച് ദൂരെയായിട്ട് ഒരു കുപ്പി വെച്ച് ഇപ്പോൾ ഷൂട്ട് ചെയ്യാനായിട്ട് ഇങ്ങനെ ശ്രമിക്കുകയാണ്. ഒരുപാട് നേരം ട്രൈ ചെയ്തിട്ട് അവൾ ആ ഒരു കുപ്പിയിൽ കൊള്ളിക്കുന്നതുകൊണ്ട് എന്തായാലും അവളെ കൊണ്ട് കറക്റ്റ് എയിം ചെയ്ത് ഷൂട്ട് ചെയ്യാൻ കഴിയും. അത് കഴിഞ്ഞ് ഹീറോയിൻ തന്റെ കാറും എടുത്ത് നേരെ ആ ഒരു സൈക്കോ ബോയ് ഫ്രണ്ട് ഉണ്ടല്ലോ അവന്റെ വീട്ടിലേക്ക് പോവും. എന്നിട്ട് കാർ കുറച്ച് ദൂരെയായിട്ട് ആരും കാണാത്ത രീതിയിൽ പാർക്ക് ചെയ്ത് അത് കഴിഞ്ഞ് മതിൽ ചാടി നേരെ അവന്റെ വീടിനകത്തേക്ക് കയറും. എന്നിട്ട് മുഖം അറിയാതിരിക്കാൻ വേണ്ടി ഒരു തുണി എടുത്ത് മുഖത്ത് ഇങ്ങനെ കെട്ടിയിട്ട് ഈ ഒരു കിച്ചൺ ഉണ്ടല്ലോ ആ ഒരു ഭാഗം വഴി ഉള്ളിലേക്ക് കയറുന്നതും അകത്ത് ആ ഒരു ബോയ് ഫ്രണ്ടിനെ കാണുന്നില്ല. അപ്പോൾ ബാത്റൂമിലെ ശബ്ദം കേൾക്കുന്ന അവൻ എന്തായാലും കുളിച്ചുകൊണ്ട് നിൽക്കാണ്. ഓക്കെ എന്തായാലും അവൻ ഇറങ്ങുമ്പോൾ അവനെ ഷൂട്ട് ചെയ്യാന്ന് പറഞ്ഞ് ആ ഒരു ബാത്റൂമിന്റെ സൈഡിലായിട്ട് തോക്കും പിടിച്ചതിനെ നിൽക്കാണ്. അവൻ മുന്നിൽ തന്നെയാണ് ഉള്ളത്. ഒരാളെ ഷൂട്ട് ചെയ്ത് കൊല്ലാനായിട്ട് അവളെ കൊണ്ട് കഴിയുന്നില്ല.
അങ്ങനെ അവന്റെ പുറകെ ഫോളോ ചെയ്തിട്ട് അവസാനം ഒരു കബോർഡിനകത്തേക്ക് കയറി ഒളിച്ചിരിക്കും. അപ്പോഴേക്കാണ് ആ ഒരു ബോയ് ഫ്രണ്ട് അവനിപ്പോൾ ഡ്രസ്സെല്ലാം മാറിയിട്ട് അവളുടെ ഗേൾ ഫ്രണ്ട് ഉണ്ടല്ലോ, ആ ഒരു പെണ്ണും അതിനകത്ത് തന്നെയുണ്ട്. ഇപ്പൊ അവളോട് പറയും, ഇന്നത്തെ ദിവസം നീ എന്നെ ഒരുപാടിട്ട് ബുദ്ധിമുട്ടിച്ചു, അതുകൊണ്ട് ഇന്ന് നിനക്ക് ഞാൻ നല്ലതുപോലെ തരുന്നുണ്ട്, ഞാൻ പറയുന്നത് പോലെ അടുത്ത റൂമിലേക്ക് എന്നോടൊപ്പം വാ എന്നും പറഞ്ഞ് അവളോട് ഒരുപാട് കാര്യങ്ങൾ പറയുമ്പോഴത്തേക്കും ഇതെല്ലാം കേൾക്കുന്ന നമ്മുടെ ഹീറോയിൻ ആണെങ്കിലോ അവളുടെ ഭർത്താവിന്റെ കാര്യമാണ് ഓർമ്മ വരുന്നത്. എന്നിട്ട് ഇവർ രണ്ടുപേരും ആ ഒരു മുറിയിൽ നിന്നും വെളിയിലേക്ക് ഇറങ്ങി പോകുന്നതും കുറെ കഴിഞ്ഞിട്ട് ഹീറോയിൻ ഇപ്പോൾ വെളിയിലേക്ക് ഹാളിലേക്ക് വന്ന് നോക്കുമ്പോഴത്തേക്കും ആ ഒരു ബോയ് ഫ്രണ്ട് ഇപ്പോൾ ടി വി എല്ലാം കണ്ട് മദ്യപിച്ചിങ്ങനെ ഇരിക്കുകയാണ്. ഗേൾ ഫ്രണ്ടിനെ കാണിക്കുമ്പോൾ അവളുടെ കയ്യിൽ വെയിറ്റുള്ള 1-2 ബുക്കെല്ലാം കൊടുത്തിട്ട് അവളെ ഒന്നിന്റെ മുകളിലേക്ക് ഇങ്ങനെ കയറ്റി നിർത്തിയേക്കുന്നു. അപ്പോൾ നമ്മുടെ ഹീറോയിനെ കാണുന്നതും ആ ഒരു ഗേൾ ഫ്രണ്ട് താഴേക്ക് ചാടി ഇറങ്ങുമ്പോൾ ഈ ഒരു ശബ്ദം കേട്ട് ബോയ് ഫ്രണ്ട് നോക്കുന്നതും ഹീറോയിൻ അവന്റെ മുന്നിലേക്ക് തോക്ക് ഇങ്ങനെ കാണിക്കും. അപ്പോൾ അവൻ ചോദിക്കും, അല്ല നീ എങ്ങനെ എവിടെ എത്തിയെന്ന് ചോദിക്കുമ്പോൾ ഇപ്പോൾ ഒന്നും പറയരുത്, എന്നോടൊപ്പം മിണ്ടാതെ വാന്നും പറഞ്ഞ് അവനെയും കൂട്ടി നേരെ ഈ ഒരു കാർ ഷെഡ് ഉണ്ട് അവിടേക്ക് വരും. അവനെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയത് കൊണ്ടും തോക്ക് കയ്യിലുള്ളത് കൊണ്ടും അവന് നല്ല പേടിയായി. എന്നിട്ട് അവനോട് പറയും ശരി കാർ എടുത്ത് ഓടിക്കാൻ പറഞ്ഞിട്ട് ഹീറോയിൻ ആ ഒരു കാറിൽ ഇങ്ങനെ കിടക്കാണ്. എന്നിട്ട് അവള് പുറകിൽ കിടന്ന് ഫോൺ എടുത്തിട്ട് ഗൂഗിൾ മാപ്പ് നോക്കി ഇപ്പൊ ഈ ഒരു പട്ടണത്തിൽ തന്നെ ആളാരും ഇല്ലാത്ത ഒരു സ്ഥലത്തേക്ക് അവൻ ഇങ്ങനെ കൊണ്ടുപോവാണ്. അപ്പൊ അവനായാലും കാർ ഓടിച്ച് അവിടേക്ക് എത്തിയിട്ട് അവനോട് വെളിയിലേക്ക് ഇറങ്ങാൻ പറയുമ്പോഴത്തേക്കാണ് അവൻ പറയുന്നത് പ്ലീസ് എന്നെ ഒന്നും ചെയ്യരുത് എന്ന് പറഞ്ഞ് അവനിപ്പോ കരയാൻ തുടങ്ങും. എന്നിട്ട് പറയും ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷെ ഒരിക്കലും നീ എന്നെ കൊല്ലരുത്. പക്ഷെ ഹീറോയിൻ പറയും ഇല്ല നീ ഇപ്പൊ ഇറങ്ങിയേ പറ്റുള്ളൂ എന്ന് പറയുന്നതും ഇവൻ പെട്ടെന്ന് തിരിഞ്ഞ് ഹീറോയിനെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും. എന്നിട്ട് ഈ ഒരു തോക്കിനെ പിടിച്ച് പിടിയും വലിയാവുന്ന സമയത്ത് ഈ ഒരു തോക്ക് നേരെ താഴേക്കൊന്ന് വീഴുന്നുണ്ട്. അവനാണെങ്കിൽ ഇപ്പോൾ ഹീറോയിന്റെ കഴുത്ത് ഞെരിച്ച് അവളെ കൊല്ലാനായിട്ട് ശ്രമിക്കുകയാണ്. ഹീറോയിൻ ആ ഒരു തോക്കെടുക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതും കഴിയുന്നില്ല. അവസാനം ഹീറോയിന്റെ കയ്യിൽ ഒരു ക്യാൻ കിട്ടും. അത് വെച്ച് അവന്റെ തലയിലേക്ക് ഒരു ഇടി ഇടിക്കുന്നതും ഇവൻ ഇപ്പോൾ ഡോറും തുറന്ന് അവിടെ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി ഓടും. ഹീറോയിൻ ആണെങ്കിലും അവന്റെ പുറകെ തന്നെ പോവാണ്. ഹീറോയിന്റെ കയ്യിൽ ഇപ്പോൾ തോക്ക് ഇരിപ്പുണ്ട്. അവൻ ഓടുമ്പോഴത്തേക്കും ഷൂട്ട് ചെയ്യാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അവൻ വളഞ്ഞും പുളഞ്ഞെല്ലാം ഓടുന്നത് കൊണ്ട് കറക്റ്റ് ഷൂട്ട് ചെയ്യാനായിട്ട് കഴിയത്തില്ല. അങ്ങനെ ഒരുപാട് ദൂരം ഓടി ഓടി ഇപ്പോൾ അവസാനം അവനെ ഇപ്പോൾ ഹീറോയിന്റെ മുന്നിൽ കാണാനില്ല, എവിടെയോ ഒളിച്ചിരിക്കുകയാണ്. അതുമല്ല കാണിക്കുമ്പോഴത്തേക്കും ഇപ്പോൾ സമയവും പോയിക്കൊണ്ടിരിക്കുന്നു, സൂര്യൻ അസ്തമിക്കാറായി. ഇതിനു മുന്നേ ആരെങ്കിലും കൊന്നില്ലാന്നുണ്ടെങ്കിൽ ഹീറോയിന്റെ മകളുടെ കാര്യം എന്താണെന്ന് അറിയത്തില്ലല്ലോ. അങ്ങനെ കുറച്ച് ദൂരേക്ക് നടന്ന് ചെല്ലുമ്പോഴത്തേക്കാണ് ആ മലയുടെ മുകളിൽ ഒരു പെണ്ണിങ്ങനെ നിൽക്കുന്നു. അവിടെയുള്ള ഫോട്ടോസ് എല്ലാം എടുത്തുകൊണ്ട് നിൽക്കുകയാണ്. ഇവിടെയാണ് മറ്റൊരു കാര്യം, ഈ ഒരു പെണ്ണും ഒരു പ്രേതമാണ്. ഇവിടെ ടൂറിസ്റ്റ് ആയിട്ട് വന്നിട്ട് ഇതിന്റെ മുകളിൽ നിന്നും താഴേക്ക് വീണാണ് ആ ഒരു പെണ്ണും മരിച്ചത്. അപ്പോൾ ഹീറോയിൻ അവളോട് ചോദിക്കും ഞാൻ ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ അവൾ പറയും നിന്റെ മകളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി നീ മറ്റൊരാളെ കൊല്ലണമെന്നൊന്നുമില്ല, നിന്റെ ജീവൻ കൊടുത്താലും മതി, അങ്ങനെയാണെങ്കിൽ നിന്റെ മകളെ രക്ഷിക്കാൻ കഴിയുമെന്ന് പറയുമ്പോൾ ഹീറോയിൻ പെട്ടെന്ന് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് സൂര്യൻ അസ്തമിക്കാറായി. അപ്പോൾ ഇനി എന്തായാലും സമയമില്ല, അതുകൊണ്ട് തന്റെ ജീവൻ കളഞ്ഞിട്ടായാലും തന്റെ മകളെ രക്ഷിക്കണമെന്ന് പറഞ്ഞ് ഹീറോയിൻ തീരുമാനം എടുത്തിട്ട് അവളുടെ ഫോൺ എടുത്തിപ്പോൾ സാറയ്ക്ക് വേണ്ടി ഒരു വീഡിയോ ഇങ്ങനെ റെക്കോർഡ് ചെയ്യാണ്. എന്നിട്ട് പറയും നിന്നെ രക്ഷിക്കാൻ വേണ്ടി അമ്മ ഒരുപാട് ശ്രമിച്ചു, പക്ഷെ കഴിഞ്ഞില്ല, സമയം പോയതുകൊണ്ട് തന്നെ എനിക്കിനി വേറെ വഴിയില്ല, ഞാനിപ്പോൾ ഒരുപാട് ദൂരം വേറൊരു സ്ഥലത്തേക്ക് പോകാൻ പോള്, മോളാണെങ്കിലും നല്ലതുപോലെ പഠിക്കണം എന്നെല്ലാം പറഞ്ഞ് വീഡിയോ ഇങ്ങനെ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് പുറകിൽ ആ ഒരു സൈക്കോ ബോയ് ഫ്രണ്ട് ഉണ്ടല്ലോ അവനിപ്പോൾ വന്നൊരു കല്ലെടുത്ത് ഹീറോയിന്റെ തലയിലേക്ക് ഒരു ഒറ്റയേറ്. അതുമല്ല ഹീറോയിന്റെ ബോധം പോയിട്ട് അവൾ നേരെ താഴേക്ക് വന്ന് വീണ് കുറച്ച് കഴിഞ്ഞ് കണ്ണു തുറക്കുമ്പോഴത്തേക്കാണ് ഇപ്പോൾ സൂര്യൻ അസ്തമിക്കാറായി. ഇനി സമയം ഒട്ടുമില്ല. കാണിക്കുമ്പോൾ പുറകെ തന്നെ ആ ഒരു സൈക്കോ ബോയ് ഫ്രണ്ട് ഉണ്ട്. ഇനിയിപ്പോൾ സ്വയം മരിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ തോക്ക് അവന്റെ കയ്യിലായിപ്പോയി. ഇവനാണെങ്കിൽ തോക്കും വെച്ച് ഹീറോയിനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഹീറോയിനാണെങ്കിലോ ഇപ്പോൾ വേറെ വഴിയില്ലാതെ അവളുടെ കയ്യിലൊരു പ്ലാസ്റ്റിക് കത്തിയുണ്ടല്ലോ, അങ്ങനെ ആ ഒരു കത്തിയെടുത്ത് അവളുടെ കഴുത്തിലേക്ക് വെച്ചിട്ട് അത് വെച്ച് ചാവാൻ വേണ്ടി ഇങ്ങനെ ശ്രമിക്കുകയാണ്. അവിടെയാണ് മറ്റൊരു കാര്യം, നമ്മുടെ സാറയെ കടിച്ച ആ ഒരു പാമ്പുണ്ടല്ലോ അതിപ്പോൾ നേരെ വന്ന് ഈ ഒരു സൈക്കോ ബോയ് ഫ്രണ്ടിനെ കടിച്ചു കൊടുക്കും. അപ്പോഴേക്ക് ഇവനാണെങ്കിലോ പേടിച്ച് ബാലൻസ് തെറ്റി ആ ഒരു ഉയരമുള്ള ഭാഗത്ത് നിന്ന് നേരെ കുഴിയിലേക്ക് വന്ന് വീഴാണ്. ഹീറോയിൻ എത്തി നോക്കുമ്പോഴത്തേക്കാണ് അവൻ ആ ഒരു കുഴിയിൽ കിടക്കുന്നു, കൈയും കാലെല്ലാം ഒടിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവൻ പറയും പ്ലീസ് എന്നെ ഒന്നും ചെയ്യരുത്, എന്നെ വെറുതെ വേണമെന്ന് പറഞ്ഞ് വീണ്ടും കരയാൻ തുടങ്ങുന്നത്. ഇപ്പോൾ സമയം പോവാറായി, അതുകൊണ്ട് വേറെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. ഹീറോയിൻ ആയാലും ഓടി താഴേക്കിറങ്ങി അവളുടെ കയ്യിൽ ആ ഒരു പ്ലാസ്റ്റിക് കത്തിയുണ്ടല്ലോ അത് വെച്ച് അവന്റെ കഴുത്തിങ്ങനെ അറുക്കാണ്. ഒരുപാട് നേരം അറുത്ത് അവനെ അങ്ങ് കൊല്ലുകയും ചെയ്യുന്നു. അങ്ങനെ അവനെയും കൊന്ന് അവിടെ നിന്ന് തിരിച്ചു വരുമ്പോഴത്തേക്കും ഇപ്പൊ ഇവിടെ മരിച്ച ഒരുപാട് പേരുടെ ആത്മാക്കള് അവിടെ നിൽക്കാണ്. വേറെ ഒന്നുമല്ല, ഹീറോയിനെ പോലെ തന്നെ അവർക്കും മറ്റൊരാളെ കൊല്ലണമായിരുന്നു, പക്ഷെ അവർക്ക് ആർക്കും അതിന് കഴിഞ്ഞില്ല. അതുകൊണ്ട് അവരെല്ലാവരും സ്വയം മരിക്കുമായിരുന്നു. അങ്ങനെ അതെല്ലാം കണ്ട് ഹീറോയിൻ അവിടെ നിന്ന് തിരിച്ചു വരുമ്പോഴത്തേക്കും ഹോസ്പിറ്റലിൽ നിന്ന് ഇപ്പോൾ വിളിക്കുകയാണ് ഹീറോയിന്റെ മകൾക്ക് സാറയ്ക്ക് ഒരു കുഴപ്പമില്ല, അവൾ ഓക്കെ എന്നും പറഞ്ഞിട്ട്. അങ്ങനെ തിരിച്ച് തന്റെ മകളുടെ അടുത്തേക്ക് വരുമ്പോഴത്തേക്കും സാറയാണെങ്കിൽ ഇപ്പോൾ പേപ്പറിൽ കുറെ ചിത്രങ്ങളൊക്കെ ഇങ്ങനെ വരയ്ക്കുന്നുണ്ട്. അങ്ങനെ അതിലൊരു ചിത്രം എടുത്ത് ഹീറോയിനെ ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കാണ് ഇത്രയും നേരം പല സ്ഥലങ്ങളിലായിട്ട് കണ്ട ആ ഒരു അമാനുഷിക രൂപമുണ്ടല്ലോ അതിനെ അവൾ ഇങ്ങനെ വരച്ചു വെച്ചേക്കുന്നു. ഇത് കണ്ട് ഹീറോയിൻ നല്ലതുപോലെ ഞെട്ടിപ്പോവും. അങ്ങനെ ആ ഒരു സംഭവം എല്ലാം കഴിഞ്ഞ് ഇപ്പോൾ അടുത്ത ദിവസം ഹീറോയിൻ തന്റെ മകളെയും കൊണ്ട് അവിടെ നിന്ന് തിരിച്ചു പോവാണ്. അങ്ങനെ കാർ ഓടിച്ചിട്ട് പോകുന്ന സമയത്താണ് വഴിയിലൂടെ ഒരാളിങ്ങനെ നടന്നു പോകുന്നു. എവിടെയോ കണ്ടൊരു പരിചയം. അവളാണെങ്കിൽ അടുത്തൂടെ കാർ ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ
അത് ആ ഒരു സൈക്കോ ബോയ് ഫ്രണ്ട് ഉണ്ടല്ലോ, അവന്റെ പ്രേതമാണ്. അപ്പൊ ഇതെന്തായാലും ഹീറോയിന് കാണാൻ കഴിയുന്നുണ്ട്. ഹീറോയിൻ സാറയോട് ചോദിക്കും, മോളെ നിനക്ക് ആ ഒരാളെ കാണാൻ കഴിയുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ സാറ പറയും അതെ കാണാൻ കഴിയുന്നുണ്ടെന്ന് ഇങ്ങനെ പറയുന്നതും ഈ ഒരു മൂവി ഇപ്പോൾ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. ഇപ്പൊ ഈ ഒരു മൂവിയിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാല്, ഈ ഒരു ഗ്രാമം എന്ന് വെച്ചാല് ഒരു ശപിക്കപ്പെട്ട ഗ്രാമമാണ്. അതിന് കാരണം ആ ഒരു ഗ്രാമത്തിലുള്ള ഒരു പിശാജ്, ആ ഒരു പിശാജാണ് ആ ഒരു പാമ്പ്. അപ്പൊ ഇവിടേക്ക് വരുന്ന ആളുകളെ വെച്ച് ഈ ഒരു ഡീമൻ അവരെ വെറുതെ ഇട്ട് ഇങ്ങനെ കളിപ്പിക്കും. വേറെ ഒന്നുമല്ല, ആ ഒരു ഡീമന് ഒരു ആത്മാവിനെ വേണം. അതുകൊണ്ട് തന്നെ ഈ ഒരു ഗ്രാമത്തിലേക്ക് വരുന്ന പുതിയ ആളുകളുണ്ടല്ലോ, അവരെ ഇതുപോലെ ഏതെങ്കിലും ഒരു കെണിയിലാക്കിയിട്ട് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ മറ്റൊരാളെ കൊന്ന് അവരുടെ ആത്മാവിനെ കൊടുക്കണമെന്ന് ഈ ഒരു പിശാജ് ആവശ്യപ്പെടും. അങ്ങനെ ഇവരായാലും പേടിച്ച് മറ്റുള്ളവരെ കൊന്ന് അവരുടെ ആ ഒരു ആത്മാവിനെ എടുത്ത് ഈ ഒരു പിശാജ് അതിന്റെ അടിമയാക്കും. അതിലൂടെ ആ ഒരു പിശാജ് ഒരു സന്തോഷം കണ്ടെത്തും. പക്ഷെ ഇതിനു മുന്നേ വന്നവർക്കാർക്കും ആ ഒരു കാര്യം നല്ലതുപോലെ ചെയ്യാൻ കഴിഞ്ഞില്ല. അതുപോലെയാണ് ഇപ്പോൾ നമ്മുടെ ഹീറോയിനായാലും തന്റെ മകളെ വെച്ചുകൊണ്ട് ആ ഒരു ഡീമൻ ഹീറോയിനോട് വില വിഷമ്പോഴത്തേക്കും ഹീറോയിൻ വേറെ വഴിയില്ലാതെ ആ ഒരു പിശാജ് പറഞ്ഞതുപോലെ തന്നെ ഒരാളെ കൊന്ന് അയാളുടെ ആത്മാവിനെ അതിനടിമയായിട്ട് ഇങ്ങനെ കൊടുക്കുകയും ചെയ്യുന്നു. അതോടെ ഹീറോയിൻ ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് പോവുകയും ചെയ്യാണ്. ഇതാണ് ഈ ഒരു മൂവിയിൽ സംഭവിച്ചത്. അപ്പോൾ അടുത്തൊരു നല്ല മൂവിയായിട്ട് ഉടനെ തന്നെ കാണാം. അതുവരയ്ക്കും ബൈ.